പൂർണ്ണ അത് ഇറ്റ്സ് ഓക്കെ. നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ഐ തിങ്ക് യു കൺഫ്യൂസ്ഡ് ആൻഡ് ടെൻസ്ഡ്. ഒരു കാര്യം ചെയ്യാം. നിന്റെ വൈഫിനെയും കിഡിനെയും കൊന്നുകളയാം. നീ എന്തായി പറയുന്നേ? ഷീസ് മൈ വൈഫ്, എന്റെ കിഡ്, എന്റെ ജീവൻ. അതാണ് കൊന്നുകളയെന്ന് പറഞ്ഞത്. പൂർണ്ണ, നീ എന്തോ ബാഡ് ട്രിപ്പിലാ. ബൈ. രവി, രവി, നീ തന്നെ പറ ഇതൊരു നല്ല ഐഡിയ ആണ്. താങ്ക്സ്. ശരി ശരി, ഐ ഓക്കെ? ഐ എം ഓക്കെ. നിങ്ങൾ വീട്ടിലേക്ക് പോ, ഞാൻ എത്താം. നിന്നോട് ഓൾറെഡി പറഞ്ഞത് എന്റെ ഫാമിലി ഒന്നും ചെയ്യരുതെന്ന്. ഇത്തവണ മിസ്സായി, ഇനി ഒരിക്കലും മിസ്സാവില്ല. നീ എവിടെയാ? അല്ല പൂർണ്ണ, ഈ റിലേഷൻഷിപ്പ് കറക്റ്റ് അല്ല. ഞാൻ കാരണം നീ ഹേർട്ടായെങ്കിൽ ഐ എം സോറി. ദിസ് ഹാസ് ടു എൻഡ് ഹിയർ. ഗുഡ് ബൈ. രവി, 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 നിക്ക്. സോറി, റിയലി 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 സോറി. നീ എൻ്റെ ലൈഫിൽ മിസ്സാവുമെന്ന് ചെറിയൊരു ഇൻറ്റൻഷനിൽ ചെയ്തതാ. നീയും എന്നെ മനസ്സിലാക്കാതെ പോയാ വേറെ ആരാണ് എന്നെ മനസ്സിലാക്കുക? പറയേ. അതല്ല പൂർണ്ണ, നാളെ എന്റെ മാരേജ് ആനിവേഴ്സറിയാ. നീ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ഐ എം സോറി, ഐ എം റിയലി സോറി. ഇരിക്ക്. നാളെ മാരേജ് ആനിവേഴ്സറി അല്ലേ? എൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ്. OTP പ്ലീസ്. രവി, സോ നിനക്കും നിന്റെ വൈഫിനും നിന്റെ മോനും കുളു മണാലിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ വിഷിംഗ് യു അഡ്വാൻസ് മാരേജ് ആനിവേഴ്സറി. രവി, കൂൾ? ആർ യു ഹാപ്പി? ഹാപ്പി. നാളെ ഏർലി മോർണിംഗ് 6 o'clock ആണ് ഫ്ലൈറ്റ്. നീ, നിന്റെ വൈഫ്, നിന്റെ കുട്ടി. നീ നിന്റെ വൈഫിനോടൊത്ത് സെക്സ് ചെയ്യാറുണ്ടോ? വാട്ട്? വിൽ യു ഹാവ് സെക്സ് വിത്ത് യുവർ വൈഫ്? അതല്ല. വിൽ യു ഹാവ് സെക്സ് വിത്ത് യുവർ വൈഫ്? ഇപ്പൊ ആ ടോപ്പിക് എന്തിനാ? ചെയ്യാറുണ്ടോ ഇല്ലയോ? ചെയ്യില്ല. ചെയ്യില്ലേ? ചെയ്താലോ? ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യേ, നിന്റെ ബെഡ്റൂമിൽ ഒരു ക്യാമറ വെക്കേ. ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും രാത്രി മുഴുവനും. നീ എന്തായി പറയുന്നേ? നിനക്ക് വട്ടായോ? ഇതിലെന്താ ഉള്ളത്? നിങ്ങൾ കിടന്നുറങ്ങാനല്ലേ പോകുന്നത്? ഞാനൊന്ന് നോക്കിയാലെന്താ? ദിസ് ഇസ് റബിഷ്. എന്റെ വൈഫിനൊപ്പം കിടക്കുന്നത് നീ എന്തിനു കാണണം? അവള് നിന്റെ വൈഫാണോ? അപ്പോ ഞാനാരാ? രവി, രവി, അപ്പൊ ഞാനാരാ? അത് നീ ബിച്ച്. ഒരു സ്റ്റേറ്റിന്റെ മിനിസ്റ്റർ, ഒരു CMന്റെ മകൾ, ഒരു മില്ലിനിയറെ എന്നെ നീ ഒരു ബിച്ചാക്കി കളഞ്ഞല്ലേ? ബിക്കോസ് ഐ ലവ് യു. ഡു യു ലവ് മീ? യെസ്. നീയും എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹത്തിന് ഫാമിലിയാണ് തടസ്സം. അവരെ കൊന്നിട്ട് നമുക്ക് സ്നേഹിക്കാന്ന് വെച്ചാ നീ വേണ്ടെന്ന് പറയുന്നു. സോ നമ്മൾ ജീവനോടെ ഇരുന്ന് സ്നേഹിക്കാൻ പറ്റില്ല, മരിച്ചുപോയി സ്നേഹിക്കാം.
എന്റെ ജീവൻ നിനക്ക് വലുതല്ലല്ലേ? നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തുനിഞ്ഞപ്പോ എന്നെ വിട്ടിട്ട് പോകാൻ നോക്കുന്നോ? Ajay, I need your help. എന്താ മരുമോനെ? ചെയ്ത കൊലപാതകം അപകടമാണെന്നും പറഞ്ഞ് ഇല്ലാതാക്കി. അത് കണ്ട സെക്യൂരിറ്റി ഗാർഡിനെ പൊക്കി. അവന്റെ ഭാര്യയുടെ വായും അടച്ചു. ബാങ്ക് മാനേജറെ മാനേജ് ചെയ്തു. പക്ഷേ ഒരുത്തനെ വിട്ടുകളഞ്ഞു. അല്ല അമ്മവ, അതിനു മുമ്പ് ആ ATM ഒരുത്തൻ കാശെടുക്കാൻ പോയപ്പോ അത് വിഡ്രോ ചെയ്യുമ്പോഴേ അറിഞ്ഞത് കള്ളനോട്ടാണെന്ന്. അതിനുശേഷം അത് വലിയ കേസായി. അവന് കേസ് നൂരാൻ വേണ്ടി CCTV ഫൂട്ടേജ് അന്വേഷിച്ചോണ്ടിരിക്കുക. യഥാർത്ഥ സാക്ഷിയെ വിട്ടിട്ട് ബാക്കിയൊക്കെയാ തെരയുന്നു. ഇല്ല അങ്കിൾ, 2 പ്രാവശ്യം ഞാൻ വരട്ടിയതാ. അവൻ പേടിച്ച് ഒതുങ്ങുന്നാണ് വിചാരിച്ചത്. ഈ കേസ് നോക്കുന്നത് ആരാ? വൈറ്റിലെ സ്റ്റേഷൻ SI കരീം. അവനെ വിളിക്കേ. കരീം, നമസ്കാരം സാറേ. എന്താണോ കരീമേ, ചെറിയൊരു കേസിന് ഇത്രയും വലുതാക്കിയല്ലോ. ഇപ്പൊ അതൊരു തലവേദനയായി. വിവരം ഉണ്ടോ എനിക്ക്? സാർ, ആ ദിവസം തന്നെ കൊച്ചിയിൽ ഒരു ഡ്രഗ് കേസ് കുടുങ്ങി സാർ. അതിൽ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ DGPയുടെ മകനും ഉണ്ടായിരുന്നു. മാത്രമല്ല പാർട്ടിക്കാരുടെ മക്കളും ഉണ്ട്. എന്ന് വെച്ച് ആ കേസ് ശ്രദ്ധയിൽ വരാതിരിക്കാൻ വേണ്ടി ഇതിനെ വലുതാക്കി. ഇപ്പൊ എന്താന്ന് വെച്ചാ അത് കൈവിട്ടു പോയി. ക്ഷമിക്കണം സാർ. അവന്റെ ഫോട്ടോ ഉണ്ടോ? ശരി കരീമേ, നീ പൊയ്ക്കോ. അജയ്, ഞാൻ ഒരുപാട് വിശ്വസിച്ച എന്റെ ഹസ്ബൻഡാന്ന് പോലും നോക്കാതെ നാണമില്ലാതെ എല്ലാം പറഞ്ഞ് കവർ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ മോളെ, ശക്തിയുള്ളവര് തെറ്റ് ചെയ്താൽ അത് അവരെക്കാളും ശക്തിയുള്ളതായിരിക്കണം. അത് ശക്തിയില്ലാത്തവൻ ചെയ്ത അത് വീണ്ടും അവനെ ബലഹീനനാക്കും. പക്ഷെ നിങ്ങളോ ബലഹീനനായ ഒരുത്തനെ ശക്തിമാനാക്കിയിരിക്കുന്നു. ഇത്രയും ദൂരം വന്നതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. വേട്ട ഒരുത്തന് വേണ്ടി ആകരുത്, ഒരു കൂട്ടത്തെ തന്നെ ലക്ഷ്യം വെക്കണം. എന്താ മനസ്സിലായോ?